ഗുഡ് മോർണിംഗ് മൈ ഡിയർ ലവ്സ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്കായി ലഭിക്കുന്ന പ്രഭാത സന്ദേശം. ഇന്നേ ദിവസം നിങ്ങൾക്കായി യൂണിവേഴ്സ് എന്ത് സന്ദേശമാണ് നൽകുന്നത്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നൽകുന്നത് എന്നാണ് ഇവിടെ നോക്കുന്നത്. നമുക്ക് നോക്കാം ഇന്ന് എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് നൽകുന്ന ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ, സന്ദേശങ്ങൾ എന്താണെന്ന് നോക്കാം. ഡെത്ത് ആൻഡ് റീബർത്ത്, ദ മജീഷ്യൻ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, Four of Pentacles, Ten of Cups. ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന 6 of Cups ആണ്. 6 of Swords, ഓക്കെ. 4 of Swords, ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങൾക്ക് ഡിവൈനായിട്ട് യൂണിവേഴ്സായിട്ട് തരുന്ന മെസ്സേജസ്, ബ്ലെസ്സിങ്സ് എന്നൊക്കെ. സോ ഇവിടെ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളിൽ കുറേ പേരുടെ എനർജി കാണുന്നത്, നിങ്ങൾ ഇതുവരെ കടന്നു പോയിട്ടുള്ളതായ സിറ്റുവേഷൻ, ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ 6 of Swordൻ്റെ എനർജി വന്നിട്ടുണ്ട്, 4 of Sword ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സമയമെന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി വിഷമങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ മാനസികമായിട്ടൊക്കെ വിഷമിപ്പിച്ച അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾ ചില സമയത്ത് ഒരു ബ്ലോക്കിംഗ് എനർജി നിങ്ങളിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ചില സമയത്ത് മുന്നോട്ട് എന്ത് കാര്യം ചെയ്യണം, കറക്റ്റായിട്ടൊരു കാര്യം ചൂസ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾക്കൊരു സ്റ്റക്ക് എനർജി ഫീൽ ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു ഇതുവരെ കടന്നു പോയിരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്ന് നിങ്ങൾക്കൊരു റീബർത്ത് ഉണ്ടാവുകയാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട്, നിങ്ങൾക്കുണ്ടായിരുന്ന ഇതുവരെ ഉണ്ടായിരുന്ന സ്റ്റക്ക് എനർജിയിൽ നിന്നും നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കിടക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പുതിയൊരു ഡോർ നിങ്ങൾക്കായിട്ട് ഓപ്പൺ ആകുന്നുണ്ട്. വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിലേക്ക്, വിശാലമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പലരും ആ സ്റ്റക്ക് എനർജിയിൽ നിന്ന്, ആ ഒരു വിഷമത്തിൽ നിന്ന്, ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ റിലീസ് ചെയ്തു പോകുന്നതായിട്ടും നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ടും, സക്സസ്ഫുള്ളി നിങ്ങൾ പുറത്തേക്ക് വരുന്നതായിട്ടുമുള്ള ഒരു ദിവസമാണ്. അങ്ങനെ ഒരു അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്കിന്ന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ആവശ്യമില്ലാതിരുന്ന റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങൾ അവരുമായിട്ടുള്ളൊരു കോൺടാക്റ്റ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു എനർജി വൈസ് ആണെങ്കിൽ കൂടി അവരുമായിട്ട് ഒന്ന് ഡിസ്കണക്റ്റ് ആകുന്ന ഒരു ദിവസമാണ്. നിങ്ങളിൽ തന്നെ ഒരു ന്യൂ എനർജി നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ദിവസമായിരിക്കാം. ബിക്കോസ് ഇവിടെ മജീഷ്യൻ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് നിങ്ങളെ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾക്കിന്ന് എന്തൊക്കെയോ ഇൻഫിനിറ്റ് പവർ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജിയുള്ള ആൾക്കാർ, അവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അകന്ന് നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനും നിങ്ങൾക്കതിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ എനർജിയാണ്. നിങ്ങളിൽ പലരുടെയും എനർജി നിങ്ങൾ മണി ഫോക്കസ്ഡ് ആയിട്ട്, മണി മൈൻഡ് സെറ്റോട് കൂടി ഇന്ന് പ്രവർത്തിക്കുന്നതാണ്. ഓക്കെ, ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ നിന്നൊക്കെ മാറി നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ എന്താണോ ആ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പോകുന്നത്. ഇന്ന് നിങ്ങളുടെ എനർജി അങ്ങനെയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ നിങ്ങളുടെ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിലും അതിലൂടെ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലും അതിലേക്ക് നിങ്ങൾ മണി എനർജിയെ ഫ്ലോ ചെയ്യിക്കുന്നു. നിങ്ങൾ എന്ത് കാര്യമാണോ, എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അത് ഫോളോ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് ആൾക്കാർ വരുന്നുണ്ട്. ഒരുപക്ഷെ ബിസിനസ് ആണെങ്കിൽ അല്ലെങ്കിൽ അതിനകത്തേക്ക് ക്ലയൻസും കസ്റ്റമേഴ്സും ഒക്കെ വരുന്നതായിട്ടാണ്. സോ അതുപോലെ തന്നെ ഇവിടെ പലരും പാഷനേറ്റ് ആയിട്ട് ഇന്ന് കാര്യങ്ങളിൽ, പ്രവൃത്തികളിൽ ഏർപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ജോലിയിലായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, നിങ്ങൾ എന്ത് കാര്യത്തിനാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ ഫോളോ ചെയ്ത് ആൾക്കാർ അവിടെ എത്തുന്നുണ്ട്. ഓക്കെ, ആ ഒരു നിങ്ങളുടെ ക്വാളിറ്റി കണ്ട് നിങ്ങളിലേക്ക് ഫോളോ ചെയ്ത് ആൾക്കാർ വരുന്നുണ്ട്. സോ 4 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയാണ്. ഫാമിലിയുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസിൽ നിന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മനസ്സിൽ ഓർക്കുന്ന ഒരു ദിവസമാണ്. അവരുടെ മെമ്മറീസ്, അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു മൈൻഡ് വൈസ് നിങ്ങൾ വളരെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. അതുപോലെ തന്നെ മണി ഏൺ ചെയ്യാനായിട്ട് ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ആ ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ശ്രമിക്കുന്ന ഒരു ദിവസമായിരിക്കും. എല്ലാ എഫേർട്സും ഇടുന്ന ദിവസമായിരിക്കും. മണി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്.
അത് നിങ്ങളുടെ ഫാമിലിക്ക്, നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും വേണ്ടിയിട്ടുള്ള ആ ഒരു ഉയർച്ചയ്ക്ക്, ആ ഒരു സന്തോഷത്തിന്, ആ ഒരു സംതൃപ്തിക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഇന്ന് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതിനകത്ത് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. ഓൾ ഓവർ പോസിറ്റീവ് എനർജിയാണ്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു പേഴ്സൺസിനെ, നിങ്ങളുടെ പാസ്റ്റിലുള്ള പേഴ്സൺസിനെ വളരെ മിസ് ചെയ്യുന്ന ഒരു എനർജി വരുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും മീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ അവർ നിങ്ങളിലേക്ക് അവർ അന്വേഷിച്ചെത്തുന്നതായിരിക്കാം. 6 of Cups എനർജി വന്നിട്ടുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളെ അന്വേഷിച്ച് വരുന്നതായിട്ടോ, അല്ലെങ്കിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലിയിൽ തന്നെ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ആയിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലോ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഇന്നേ ദിവസം അവർ നിങ്ങളെ അന്വേഷിച്ചെത്തുന്നതായിട്ടുള്ള ഒരു എനർജി വരുന്നുണ്ട്. ഒരു പക്ഷേ ഒരു ഫോൺ കോളിലൂടെയോ മെസ്സേജിലൂടെയോ ഒക്കെ ആയിരിക്കാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ഒരു വ്യക്തിയെ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരുന്നതായിരിക്കാം. ഇന്ന് ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസമാണ്. നിങ്ങൾക്ക് ഇൻഫിനിറ്റ് പവർ, നിങ്ങളുടെ പവർ ആൻഡ് സ്കിൽസ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഇന്നേ ദിവസം, അതിനകത്ത് നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. 10 of Cups ആണ്. ഫൈനലി എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഫുൾ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ് ഒക്കെ ലഭിക്കുന്ന ഒരു കാര്യമാണ്. മോസ്റ്റ്ലി ഇവിടെ കാണുന്നത് ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങളിന്ന് കൂടുതലായിട്ടും ഫാമിലിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് നിങ്ങൾ ഇന്ന് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ചില റിലേഷൻഷിപ്പ്, ഒരു ഫാമിലിയിലെ തന്നെ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ ഇനി അത് കംപ്ലീറ്റ്ലി നിങ്ങളിൽ നിന്ന് പോയി എന്ന് കരുതിയിരുന്ന ചില ബന്ധങ്ങളൊക്കെ തിരിച്ച് നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതായിട്ടും ഒരു ഹാപ്പി റിയൂണിയൻ സംഭവിക്കുന്നതായിട്ടുമുള്ള ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള റിയൂണിയൻസും ഹാപ്പിനെസ്സും ഒക്കെ ലഭിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ചില സമയം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങൾ മിസ് ചെയ്യുന്ന ഒരു എനർജി കൂടി ഇന്ന് ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പക്ഷേ ആ ഒരു വ്യക്തിയെ ഇന്ന് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നതോ ഒരു റിയൂണിയൻ നടക്കുന്നതോ ആയിട്ടുള്ളൊരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ്ലി നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു സൈഡിലേക്ക്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു തലത്തിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്ന ഒരു ദിവസമാണിന്ന്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ആരെങ്കിലും മീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെയോ ഇന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഹാപ്പി ന്യൂസസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ന്യൂസസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്താണ് കൃഷ്ണ ഒരാക്കിൾ മെസ്സേജ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. നിങ്ങൾക്കായിട്ടുള്ള കൃഷ്ണ മെസ്സേജ്, ഇന്നേ ദിവസം നിങ്ങൾക്കായിട്ടുള്ള കൃഷ്ണ മെസ്സേജ് എന്താണ്? ദി എൻഡ്. യെസ്, നോക്കൂ, ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദി എൻഡ്, ഇത് അഗെയിൻ അത് തന്നെയാണ് പറയുന്നത്. എന്തോ ഒരു കാര്യം നിങ്ങൾക്ക്, എവറിത്തിങ് ഹാസ് ടു എൻഡ് സം ഡേ, ബി പ്രിപ്പയർഡ്, പ്രിപ്പറേഷൻ വിൽ ബ്രിങ് ഡിസൈർഡ് റിസൾട്ട്സ്. യെസ്, നിങ്ങൾക്ക് ഇന്നേ ദിവസം എന്തോ ഒരു കാര്യം എൻഡ് ആവുകയാണ്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത കുറച്ച് എനർജീസ് നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ്ലി പോയി പുതിയൊരു എനർജിയിലേക്ക്, പുതിയ കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ടുന്ന ആഗ്രഹങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു ദിവസമാണ്. അത് തന്നെയാണ് ഇവിടെ മജീഷ്യൻ പവർ കാണിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് എനർജി മാറി നിങ്ങൾ പോസിറ്റീവ് തലത്തിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, സറണ്ടർ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ സറണ്ടർ ചെയ്യുക. മജീഷ്യൻ എനർജി പോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഡു നോട്ട് സ്ട്രഗിൾ ഇൻ യുവർ ലൈഫ്, സറണ്ടർ ടു ഓൾ ദിസ് വാണ്ടഡ് ആൻഡ് അൺവാണ്ടഡ് യു വിൽ റിസീവബിൾ, സറണ്ടർ ടോട്ടലി ടു ദ ഡിവൈൻ വിൽ. അതായത് ദൈവം എന്താണ് നിങ്ങൾക്ക് വേണ്ടി ദൈവമായിട്ട് ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ തീരുമാനത്തിനായിട്ട് നിങ്ങൾ പരിപൂർണമായിട്ടും അത് വിട്ടുകൊടുക്കുക. ഓക്കെ, നിങ്ങളെ വിഷമിപ്പിച്ച വ്യക്തികളോ എന്ത് കാര്യമാണോ ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ പരിപൂർണമായിട്ടും ദൈവത്തിൽ സറണ്ടർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫേസ് എൻഡ് ആയിട്ട് പുതിയൊരു ന്യൂ ഫേസിലേക്ക് നിങ്ങൾ പോവുകയാണ്. ഓക്കെ, എന്താണ് അടുത്ത മെസ്സേജ് എന്ന് നോക്കാം. റെസ്പെക്റ്റ്. റെസ്പെക്റ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് റെസ്പെക്റ്റ് ലഭിക്കാൻ പോവുകയാണ്. ആരിൽ നിന്നൊക്കെയോ റെസ്പെക്റ്റ് ലഭിക്കാൻ പോകുന്നു. എസ്പെഷ്യലി ഇത് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് റിലേറ്റ് ചെയ്ത്, ഫാമിലിയിൽ തന്നെ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് ലഭിക്കാൻ പോകുന്നതാണ്. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങളുടെ മെൻറ്റേഴ്സ്, നിങ്ങൾ
വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ മെൻറ്റേഴ്സിൽ നിന്ന് നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത്, ഓക്കെ, ഫോക്കസ്ഡ് ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളിന്ന് വർക്കിൽ ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ജോലി ഇന്ന് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് നിങ്ങളുടെ കൊളീഗ്സിൽ നിന്നോ മെൻറ്റേഴ്സിൽ നിന്നോ ഒക്കെ ഒരു റെസ്പെക്റ്റ് വരുന്നതാണ്. ആൻഡ് ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് നോക്ക് നോക്ക്. യെസ്, നിങ്ങൾക്ക് പുതിയ ഡോർസ് ഓപ്പൺ ആയി വരുന്നുണ്ട്. അത് തന്നെയാണ് ഓൾറെഡി ഞാൻ പറഞ്ഞത്, ഡെത്ത് ആൻഡ് റീബർത്ത്. നിങ്ങൾക്ക് പുതിയ ഡോർസ് ഓപ്പൺ ആയി വരുന്നുണ്ടെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അവസരങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദിക്കാൻ തന്നെയാണ് പറയുന്നത്. മുട്ടുവിൻ വാതിൽ തുറക്കപ്പെടും എന്ന് പറയുന്ന പോലെ നോക്ക്, നിങ്ങൾ ആ ഒരു അനുഗ്രഹങ്ങൾ നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നേ ദിവസം നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളത് ആവശ്യപ്പെടുക. ഓക്കെ, ആരോടും സൈലൻ്റ് ആയിരിക്കേണ്ട കാര്യമല്ല. നിങ്ങൾ ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളൊരു എനർജിയാണ്. സോ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നല്ലൊരു ദിവസത്തിനായി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.